ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന 3D ഫിഗർ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇതുപോലത്തെ AI ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു 3 ആപ്പ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. 2 ആപ്പും ഒരു ഗൂഗിളിൻ്റെ ഒരു സൈറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ നടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗൂഗിൾ ജെമിനി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ നിങ്ങൾ ജെമിനി AI ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പ്രോംപ്റ്റിൻ്റെ അതിനെടുത്തൊരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ ഇതിന് സെലക്ട് ചെയ്യണത്. അപ്പോൾ ആ ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിൽ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പ്രോംപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോംപ്റ്റ് ലഭിക്കും. അപ്പോൾ നമ്മളെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് ജെമിനിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കാണാൻ കഴിയും. നമുക്കപ്പോൾ നമ്മളെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ജെമിനിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. ഇത് ഒരു ക്ലിയർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ChatGPT വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ എടുത്ത സെയിം ഫോട്ടോ ആണ് ഇപ്പോഴും സെലക്ട് ചെയ്യണത്. ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ആ പ്രോംപ്റ്റ് നിങ്ങൾ ഈ ഒരു ഇതിലും അടിച്ചു കൊടുക്കുക. ChatGPT സംബന്ധിച്ച് ഒരു ഫോട്ടോ ലോഡായി വരാൻ കുറേ ടൈം പിടിക്കുന്നുണ്ട്. ഈ ഗൂഗിൾ ജെമിനി ആയാലും ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ആയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും. ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മളെ ഈ ഫോട്ടോ വന്നത് എന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ChatGPTന്റെ ഫോട്ടോ വരാനായിട്ട് 2 മിനിറ്റോളം എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള ഫോട്ടോ. ഇത് നമുക്ക് നമ്മളെ മുഖമൊന്നും അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഗൂഗിളിൻ്റെ തന്നെ ഒരു പുതിയതായിട്ട് ഇറക്കിയൊരു ആപ്പാണ്. ആപ്പ് നല്ലൊരു സൈറ്റാണ്. അത് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അവിടെ മുകളിൽ സെർച്ച് എടുത്തപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് മേലത്തെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ പ്രോംപ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് എന്ന് കൊടുക്കുക. ഇതിൽ ഞാൻ വേറൊരു ഫോട്ടോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ആ ഫോട്ടോ അല്ല, വേറെ ഫോട്ടോ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു യെല്ലോ കളറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ താഴത്ത് കാണാൻ കഴിയും സെക്കൻഡുകൾ ഇങ്ങനെ പോണ് കാണാൻ കഴിയും. 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെ ഒരു 10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ 10-20ൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോ റെഡി ആയി കിട്ടും. അപ്പോൾ അവിടെ അടിയിൽ ലോഡാവണ് കാണാൻ കഴിയും നമുക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളെ ഫോട്ടോ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസെന്നല്ല നമ്മൾ ChatGPT വെച്ചിട്ട് എന്തൊക്കെ യൂസ് ചെയ്യലുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഇതിൽ വന്ന ഫോട്ടോ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൻ്റെ രൂപത്തിലുള്ള ഫോട്ടോ തന്നെ മറ്റേ ChatGPT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിക്കുള്ള ഫോട്ടോസൊക്കെയാണ് വരല്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മളപ്പോൾ കുറേ കാലമായി നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.